ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഫാദർ യുവർ കിങ്ഡം കം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങനെ രാജ്യം വരണമേ എന്ന്. രാജ്യത്തെക്കുറിച്ച് 3 കാര്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഈ ദൂത്. അത് ഏറ്റെടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക. നമ്മൾ കണ്ടല്ലോ, ആദ്യമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. രണ്ടാമതായി യു ഹാവ് ടു സീക്ക് ആഫ്റ്റർ ദ കിങ്ഡം, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ കണ്ടു മത്തായി സുവിശേഷം 6:25-26 നമ്മൾ പഠിച്ചു. ആദ്യം നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് വിചാരപ്പെടരുത്. എന്നിട്ട് യേശു പറയാണ്, ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. ആ പക്ഷികളെ നോക്കുക, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷേ ഹെവൻലി ഫാദർ ഫീഡ് ദം എന്ന്. നെക്സ്റ്റ് അതിൻ്റെ ഫോളോയിങ് വേഴ്സിൽ പറയുകയാണ്, വിച്ച് ഓഫ് യു ബൈ വറിയിങ് ക്യാൻ ആഡ് 1 cubit to your stature. 27 പറയാണ്, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? അല്ലേ, ആർക്കെങ്കിലും കഴിയോ? നമ്മൾ കുറേ ഹൈ ഹീലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇച്ചിരി പൊക്കം കൂടുമായിരിക്കും. പക്ഷെ നമ്മുടെ നീളത്തോട് 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നീളമൊന്നും വെക്കുകയല്ല. 21 വയസ്സ് വരെയൊക്കെ വളരും. എൻ്റെ വീട്ടിൽ എല്ലാവരും, എൻ്റെ സിസ്റ്റേഴ്സെല്ലാം, ഞങ്ങൾ 4 പെണ്ണുങ്ങളാണ്. 3 പേരും ദേ ആർ ജസ്റ്റ് 5 feet, അത്രയേ ഉള്ളൂ, 5 അത്രയേ ഉള്ളൂ. ഒത്തിരി ഷോർട്ടാണ് അവർക്ക് ഏറ്റവും നീളമായിട്ട് എന്നെ ദൈവം സൃഷ്ടിച്ചു. ഒരു ലീഡറായിട്ട് അന്നേ കണ്ടു ദൈവം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ സൃഷ്ടിച്ചെല്ലാം പ്ലാൻ ചെയ്താണ്. ഞാനൊരു ലീഡറാകും, ഒരു പ്രവാചികയാകും, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ബുക്കിലുണ്ട്. ഹിസ് ഡ്രീം ദാറ്റ് ഈസ്, അതെല്ലാം ദൈവത്തിൻ്റെ ബുക്കിൽ, ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് എന്നെപ്പറ്റി. അപ്പം 4 പെണ്ണുങ്ങളിലും ഏറ്റവും പൊക്കമുള്ളതായിട്ട്, ഏറ്റവും വെളുത്തതായിട്ട്, സുന്ദരിയായിട്ടൊക്കെ ദൈവം എന്നെ സൃഷ്ടിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ 4 പെങ്ങന്മാരുണ്ട്, പോൾസാന്. അപ്പം ആ പെങ്ങന്മാരൊക്കെയാണ് ഈ ഗ്രൂപ്പിലും ഗോഡ്സ് ഫാമിലിയിലുമൊക്കെ മെസ്സേജ് അയക്കുന്നതൊക്കെ. വിൻസി, അമ്മിണി, എസിയൊക്കെ അവരൊക്കെയാണ് ഈ അയക്കുന്നതും ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതൊക്കെ. ഐ താങ്ക് ഗോഡ് ഫോർ ദം, റിയലി ഐ ലവ് ദം. അവരെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. അവരെയൊക്കെ ഞാൻ കല്യാണം കഴിച്ച് വിട്ടതാണ്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഐ സപ്പോർട്ടഡ്, ഐ സെൻഡ് ദം, ഐ സോ ദാറ്റ് ദേ ആർ മാരീഡ്. അവരുടെ മാരേജ് സെറ്റിലാക്കി, അവർക്ക് വീട്, അവരുടെ മക്കളുടെ ഭാവി, അതെല്ലാം ഇപ്പോൾ അവരെല്ലാം ഒരു സ്ഥാനത്തെത്തിക്കുവാൻ ദൈവം എനിക്കും കൃപ തന്നു, അതിനുള്ള മനസ്സ് തന്നു. അതെല്ലാം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അങ്ങനെ തന്നെ അവരെന്നെ സ്നേഹിക്കുന്നു. ചേച്ചിയെന്ന് വിളിച്ച് അവരെന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറയുന്ന പോലെ തന്നെ അവർ ഫോർവേഡ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, അവർ മിനിസ്ട്രി സഹകരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അവർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ 4 പേരും, 4 സിസ്റ്റേഴ്സ് ഉണ്ട്, പോൾസാൻ. അവർ 4 പേരും ഷോർട്ടാണ്, അവർക്ക് പൊക്കമില്ല. അപ്പം അവർ പ്രാർത്ഥിച്ച്, അവർക്ക് ഒരു 5 അങ്ങനെയൊക്കെ ഉള്ളൂ, 5 അടിയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നിന്നാൽ ഒത്തിരി ഷോർട്ടാണ് അവർ. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിന്, എൻ്റെ നാത്തൂനൊരു പൊക്കമുള്ളതും നല്ല മുടിയുള്ളതും അങ്ങനെ സ്ലിം ആയിരിക്കണം, അങ്ങനെയൊക്കെ അവർ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവം എന്നെ കൊണ്ടുവന്നവരുടെ വീട്ടിലേക്ക് ഞാൻ പറയുകയത്. സോ നമ്മളത്, നമ്മുടെ ഹൈറ്റ്, ഇപ്പം എനിക്ക് പൊക്കം കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് പൊക്കം കൂടുതലാണ് എന്ന് പറഞ്ഞ് 1 ഇഞ്ച് കൂട്ടുവാനോ 1 ഇഞ്ച് കുറയ്ക്കുവാനോ നമുക്ക് സാധിക്കില്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പറയുകയാണ്, സോ വൈ ഡു യു വറി അബൌട്ട് ക്ലോത്തിങ്? നിങ്ങൾ എന്തിനാണ് ഉടുപ്പിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യുന്നത്? കൺസിഡർ ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ്. താമരയെ നോക്കാൻ, ആ വയലിലെ പുഷ്പങ്ങളെയൊക്കെ നോക്ക്. അവരെന്താ ചെയ്യുന്നത്? ദേ ആർ ജസ്റ്റ് ഗ്രോയിങ്, ദേ നൈദർ ടോയിൽ നോ സ്പിൻ എന്ന്. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്ന എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിങ്ങൾ നോക്കുവിൻ, നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂല് നൂൽക്കുന്നുമില്ല. എന്നാൽ പറയാണ് യേശു, ശലോമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. See, I say to you that even Solomon in all his glory was not arrayed like one of these എന്ന്. കണ്ടോ? സോ കൺസിഡർ, ലില്ലി പുഷ്പത്തിന് നോക്ക്, ആകാശത്തിലെ പറവകളെ നോക്ക്, ഉറുമ്പിനെ നോക്ക്. അങ്ങനെ നോക്കി പഠിക്കാനാണ് പറയുന്നത്. നമ്മൾ ഈ ആനിമൽസിന്, ഈ സൃഷ്ടിയിൽ ഒത്തിരി പഠിക്കാനുണ്ട്. അതാണ് കർത്താവ് നമ്മളെ വിശുദ്ധത്തോടെ, നോ മാൻ ഹാസ് എവർ സ്പോക്കൺ ലൈക്ക് ദിസ് മാൻ എന്ന് പറഞ്ഞ്, ഈ ജീസസിനെ പോലെ ഇത്രയും വിശുദ്ധത്തോടെ, ഇത്രയും ജ്ഞാനത്തോടെ
ഒരു നാൾ ഒരാൾ സംസാരിച്ചിട്ടില്ല എന്നാണ്. ഒഫീഷ്യൽസ് കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു പോയി. ഈസ് ഹി നോട്ട് ദ കാർപ്പൻ്റേഴ്സ് സൺ? ഓ, തച്ചൻ്റെ മകനല്ലേ ഇത്? എങ്ങനെയാണ് ഇത്രയും വിസ്റ്റം? ഇത് എവിടെ നിന്നാണ് ഇത്രയും ജ്ഞാനം എന്ന് അവരറിഞ്ഞില്ല. ഇത് ദൈവപുത്രനാണെന്ന്, ദൈവമാണെന്ന് അവരറിഞ്ഞില്ല. ഒരു മനുഷ്യനെങ്ങനെ സംസാരിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കുമോ? സോ ബൈബിൾ ഈസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്, ദ ഹിസ്റ്റോറിക് ബുക്ക്, the most printed books in all languages, and that is the best and selling bookആണ് ബൈബിൾ. അങ്ങനെ അതാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ആ ദൈവവചനമാണ്, ദൈവം വചനം. ഗോഡ് ഈസ് വേർഡ്, വേർഡ് ഈസ് ഗോഡ്. അതാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ യേശു പഠിപ്പിച്ചതാണ് ഇതെല്ലാം നിങ്ങളോട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. And yet I say to you, even Solomon in all his glory was not arrayed like one of these. Now if God so clothes the grass of the field, which today is and tomorrow is thrown into oven, so will he not clothe you much more than that, O men of little faith? എന്ന് യേശു പറയുകയാണ്. എന്നാൽ ശലോമൻ പോലും സർവ്വമഹത്വത്തിലും ഇവയിൽ ഒരു നാളും ഒന്നിനോടും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് യേശു പറയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, ഓ മെൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, നിങ്ങളെ എത്രയധികം പോഷിക്കുവാൻ സാധിക്കുന്ന ദൈവമാണ്. ആമേൻ. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ ദൈവമില്ലാത്തവരാണ്, ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? If you are the children of God, you should do this. Jesus is saying, 33 verse, Matthew chapter 6:33, seek first the kingdom of God and righteousness, so all things will be added unto you. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും പറഞ്ഞേ, ദൈവം എല്ലാം എനിക്ക് തരും. ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കും, ദൈവം എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം അപ്രകാരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യവും ദൈവം നിറവേറട്ടെ. ദൈവം നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗരാജ്യത്തിന് അന്വേഷിക്കുവാനും എല്ലാവരെയും സഹായിക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.